ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഉറക്കം എണീറ്റതേ ഉള്ളൂ, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഭയങ്കര റാൻഡമായിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചെടുത്തു. അതിനൊരു റീസണുണ്ട്. ആ റീസണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല. ഞാൻ എണീറ്റ് ഫേസ് വാഷ് ചെയ്ത് വന്നു. ഇപ്പോൾ ഒരു 9 മണിയായി. ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് പ്ലീസ്. 9:30 ഓൾമോസ്റ്റ്. ഇപ്പോഴാണ് ഉറക്കം എണീറ്റത്. എന്നെ സംബന്ധിച്ച് 9:30 ഒരു 7 മണിക്ക് തുല്യമാണ്. 7 മണി 6 മണിയുടെ തുല്യമാണ്. ഓക്കെ, റീസൺ ഇന്നലെ റെക്കോർഡ് ചെയ്താണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട്. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. 1 സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 4:30 റെക്കോർഡ് ചെയ്താണ്ടായിരുന്നു. ഇന്ന് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. പ്രാക്ടിക്കൽസ് വരികയാണല്ലോ, അതുകൊണ്ടൊക്കെ. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഉറക്കം എണീറ്റതേ ഉള്ളൂ. സെക്കൻഡ് തിങ്, എനിക്ക് ഓൾറെഡി തൊണ്ടവേദന ഉണ്ട്, അത് ഇതുവരെ പോയിട്ടില്ല. പിന്നെ എനിക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്. അതാണ് എൻ്റെ സൗണ്ടും മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ എനിവേ വി ഹാവ് ടു ഗോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അർഷിതക്ക് 5:30 തോന്നുന്നു ഉറങ്ങിയത്. എന്നിട്ട് അവൾ 8 മണി 7 മണിക്ക് എണീറ്റിരിക്കുന്നുണ്ട്. പ്രാന്ത് സൈക്കോ. ഓക്കെ, അപ്പം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കുറേ മേക്കപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. ഹോൾ വീഡിയോ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, ഐ ഡോണ്ട് നോ. സോ ആ സാധനങ്ങൾ എല്ലാം ഞാൻ ഈ ഒരു വലിയ പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര വെയിറ്റ്. ഇതിനകത്താണ് എൻ്റെ സ്കിൻ കെയറും ഇരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ബോക്സ് എന്താണെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ സ്കിൻ കെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് ആദ്യം ഞാൻ ഇവിടെ നിന്ന് നേരെ സനയുടെ വീട്ടിൽ പോകും. സനയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എവിടെ പോകും, അവിടെ അവളുടെ വീടിൻ്റെ അടുത്താണ് സ്കൂള്. നേരെ സ്കൂളിൽ പോയിട്ട് റെക്കോർഡ് കാണിക്കും. ഓക്കെ, അപ്പോൾ അവരെന്തെങ്കിലും പറയും മാറ്റി വരയ്ക്കാം. അവരെടുത്തറിയുമ്പോൾ വീട്ടിൽ പോയി മാറ്റി വരയ്ക്കണം. ഓക്കെ, എൻ്റെ റെക്കോർഡ് എന്തൊക്കെയോ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും വരയ്ക്കാണ്ട് 5 പടം. അത് ഇനി അവളെ വീട്ടിൽ പോയിട്ട് വേണം വരയ്ക്കാൻ. സമയം കിട്ടില്ല, അതൊരു എക്സ്ക്യൂസ് അല്ല. യാ, എനിവേ ലിപ് ബാം ഇട്ടു. അത് കഴിഞ്ഞാൽ എപ്പോഴും മറന്നു ടോണർ. ഈ ഫോൺ ഇവിടെ ഒട്ടിയിരിക്കുന്നില്ല, ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ഫോർ ഹെയർ ഇപ്പോൾ കളർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ട്രൈ ചെയ്യൂല, എൻ്റെ മുടിക്ക് അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഓയിലി ഹെയർ ആണ്. പക്ഷെ കളർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ഫ്രിസി ആയി. പക്ഷെ എൻ്റെ കളർ പോയി, എന്താണെന്നറിയൂടെ. കുറച്ച് അത്ര വിസിബിൾ അല്ല ഇപ്പോൾ കളർ. ഒരുമാതിരി ഒരു വൃത്തിയായിട്ട രീതിയിലായിട്ടുണ്ട്. അറിഞ്ഞൂടെ. ഞാൻ ഒന്നാമത് വിട്ട് ഹെയർ വാഷ് ചെയ്യും, ബിക്കോസ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കളറൊക്കെ പോയി ഗൈസ്. നമ്മളിങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കെയർ കൊടുക്കണം. ഇത് ഹെയർ കളറിൻ്റെ മുടിയല്ല കേട്ടോ പൊഴിയുന്നത്. ഈ പൊഴിയുന്നത് താരൻ്റെ മുടിയാണ്. പണ്ടാരടങ്ങാൻ വേണ്ടി അതെൻ്റെ തലേന്ന് പോകുന്നുമില്ല കംപ്ലീറ്റ്ലി. ഓക്കെ, ടോണർ ഒന്ന് ഇതായി ആയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാധനമുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോന്ന് ഞാൻ പറയാം. സോ ഇതിട്ടിട്ടൊന്നും കൂടെ ഒന്ന് ഉണക്കാം. ഫുൾ ഉണക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, കാരണം എനിക്ക് പെട്ടെന്ന് റെഡി ആവണം. യൂണിഫോമിൽ വേണം നമുക്കിന്ന് സ്കൂളിൽ പോകാൻ, ബിക്കോസ് യൂണിഫോം ഇല്ലാതെ കയറ്റില്ല. ഓക്കെ, ക്ലാസ് അല്ല കേട്ടോ, ഒന്ന് റെഗുലർ റെക്കോർഡ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു നനവുണ്ട്. ഈ നനവോട് കൂടി തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതല്ല. ഇത് ഞാൻ മേക്കപ്പിൻ്റെ അടിയിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. പക്ഷേ എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു. അപ്പോൾ ഇനി ഒന്ന് സ്കിൻ ഡോക്ടറിനെ കാണാൻ പോകണം, അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം ആ സമയത്ത് ചോദിച്ചിട്ട് ഇനി അത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ മാറ്റണോ നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. 1 2 3 പിമ്പിൾസ്. എനിക്ക് റയർലി ആണ് നല്ല വലിയ പിമ്പിൾസൊക്കെ വരിക. ടച്ച് നല്ല ആണ്ടിലും കൊല്ലത്തിലൊക്കെ വരുള്ളൂ. ആ പറഞ്ഞതിനില്ലാത്ത ഞാൻ പൊട്ടിച്ചെൻ്റെ മുഖത്ത് പാടാക്കും.
ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും പൊട്ടും. അതാണ് എൻ്റെ ഒരു ഇത്. അയ്യോ, ഓക്കെ. ഇനി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ മീൻ വൈൽ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾക്ക് എസ്തെറ്റിക് ആയിട്ട് അൺബോക്സ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. ഈ ഒരു സാധനം ഓൾറെഡി അൺബോക്സ് ചെയ്തു, പക്ഷെ നിങ്ങളെ കാണിക്കുമ്പോൾ യൂട്യൂബ് ഫാമിലിനെ കാണിക്കുമ്പോൾ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് അൺബോക്സ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇത് കിട്ടിയപ്പോൾ തന്നെ പൊട്ടിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടു. ബിക്കോസ് ഐ കുഡിൻ കൺട്രോൾ മൈ സെൽഫ്. ബൈ ദ വേ ഞാനൊരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടാണ് വന്നിരുന്നത്. ബിക്കോസ് എന്തെങ്കിലും ഒരു ഭംഗിയൊക്കെ വേണം. എനിക്ക് നെയിൽസൊക്കെ വെച്ച് അൺബോക്സ് ചെയ്യണമെന്നായിരുന്നു. ബിക്കോസ് അത്രയ്ക്കും അടിപൊളി സാധനമാണ് അകത്തിരിക്കുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് ഷോ ഇറ്റ് യു വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, so if these boys are seeing this video, if you have a girlfriend, this is the best gifting option. Also നിങ്ങളുടെ ഒരു ഗേൾഫ്രണ്ട് ബ്രിജിറ്റൻ ഫാൻ ആണെങ്കിൽ this is the best gift you can give to them. Okay, so എനിക്ക് പിന്നെ ബോയ് ഫ്രണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചത്. ഓക്കെ, അയ്യോ സോറി, ഈ മുടി ഒന്ന് നേരെ ആയില്ലെങ്കിൽ എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, എനിവേ ലെറ്റ് മീ അതൊന്ന് വിട്ടോളൂ. ഓക്കെ, സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. വെയിലില്ല, വെയിൽ ആക്ച്വലി ഇങ്ങനെയാണ് അടിക്കുന്നത്, അങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് വെട്ടമില്ല, കുഴപ്പമില്ലല്ലോ അല്ലേ. ഓക്കെ, എനിവേ സമയമില്ലാത്ത സമയത്താണ് ഇതൊക്കെ കാണിക്കുന്നത്. കാണിച്ചിടാം. സോ ബ്രിജിറ്റൻ എന്താണ് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയൊരു പറയാതെ നെറ്റ്ഫ്ലിക്സിലുള്ളൊരു സീരീസാണ് ബ്രിജിറ്റൻ. അതിൽ സീസൺ 4 ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സീസൺ 1 ഫാനാണ്. സീസൺ 1 തട്ട് താന്നിരിക്കുള്ളൂ. ഓൾസോ ഇപ്പോൾ സീസൺ 4 ആണ്. സീസൺ 4 എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടു. അത് നല്ല രസമുണ്ട്. ആ മാസ്കും അതൊരു എന്താ പറയുക, കുറച്ച് പഴയ കാലത്തെ ഒരു ലവ് സ്റ്റോറിയാണ്. അതായത് നമ്മുടെ നാട്ടിലൊന്നുമല്ല, ഒരു യൂറോപ്യൻ കൺട്രി. ഐ തിങ്ക് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അത് ലണ്ടൻ ആണോ അത് റോമാണോ? അയ്യോ ഐ എം സോറി. ഇപ്പം ഇത് ഈ ബ്രിജിറ്റൽ ഫാനൊന്നും അല്ലല്ലോ, സോറി ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഇതാണ്. അത് ഓരോ സീസണും ഓരോ കപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇൻസ്പയർ ചെയ്ത് കുറേ ബ്രാൻഡ്സ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. എസ്പെഷ്യലി നമ്മൾ നിവ്യ ഒരു ലിപ് ബാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങോട്ടിരിക്കാം, കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ സൈഡിൽ കാണിക്കാറുണ്ട്. ഓക്കെ, നിവ്യ ഒരു ലിപ് ബാം ഇറക്കിയിട്ടുണ്ടായിരുന്നു ബ്രിജിറ്റൻ്റെ. അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതേപോലെ ബ്രിജിറ്റൻ്റെ കുറേ സാധനങ്ങൾ എന്താ പറയുക, ഡ്രസ്സുണ്ട്, ഔട്ട്ഫിറ്റ്സ് ഉണ്ട്, ഫുഡ് വെയർസ് ഉണ്ട്, അതുപോലെ മേക്കപ്പ് ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, ഓൾസോ ക്രോക്കറി ഐറ്റംസ്, അതേപോലത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതാണ് ഫൺ ഫാക്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി എന്ന് പറയും, ഇതൊന്നും എന്താ ഇന്ത്യയിൽ അവൈലബിൾ അല്ലറ്റ. അപ്പോൾ അവർ ഇവിടെ അവൈലബിൾ ആയ കുറേ പേര് മേടിക്കില്ല എന്നുള്ളത്. ബട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഈ സാധനം എത്ര പേരെന്നറിയാൻ വെച്ചാൽ ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് ഐ വാസ് വെരി കൺഫ്യൂസ്, ഇത് വാങ്ങിക്കണം വേണ്ടതെന്ന്. ബിക്കോസ് ഞാൻ കുറേ സ്ഥലത്ത് ബ്രിജിറ്റിൻ്റെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ തപ്പി, കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെയാണല്ലോ കുറേ പേര് ബ്രിജിറ്റിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അത് ഞാൻ ചുമ്മാ പോയി നൈക്കയിലൊന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. ഞാൻ എന്നിട്ടിത് രണ്ടും കാട്ടിലിട്ടിട്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്ക് ഇറങ്ങി. എനിക്ക് ജോഗ്രഫിയുടെ പ്രാക്ടിക്കലിന് മോഡൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ നോക്കുമ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു, ഞാൻ എപ്പോഴും നൈക്കി ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരണേ 2-3 നൈക്ക ആപ്പുണ്ട് ഇവിടെ എല്ലാവർക്കും. അതിനൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടും, ഇത് വരുമ്പോൾ സ്റ്റോക്കിൽ വരുമ്പോൾ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നൈറ്റ് ആയിട്ട് ഈ സാധനം വന്നു. അന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആദ്യം ഞാൻ മറ്റേ നൈക്കയുടെ ലിപ് ബാം, നൈക്കയുടെ അല്ല നിവ്യയുടെ ലിപ് ബാം തപ്പിയാണ് വന്നത് ബ്രിജിറ്റൻ്റെ. എൻ്റെ ഫേവറേറ്റ് കപ്പിൾസിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, ഫസ്റ്റ് സീസണിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഞാൻ വെച്ചാൽ നിവ്യ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, പക്ഷെ അല്ല, അത് ഞാൻ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ അത്രയൊക്കെ തപ്പി എവിടെയെങ്കിലും അത് കിട്ടാൻ വഴിയുണ്ടോന്നും നോ ഐഡിയ. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട് പുറത്തുണ്ട്. അപ്പോൾ ആൻറ്റി അടുത്ത് ചോദിച്ചിട്ട് എങ്ങനെയും വാങ്ങിച്ച് ഇങ്ങോട്ട് അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ലിപ് ബാമിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് അയക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ അത് ലിമിറ്റഡ് എഡീഷനും ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതും ലിമിറ്റഡ് എഡീഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതിന് സങ്കടമായിട്ട് ഓക്കെ ഇത് സ്റ്റോറിയാണ്, ഇഫ് യു ഡു ലൈക്ക് യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ആൻഡ് ഗോ വാച്ച് ദ അൺബോക്സിങ് വീഡിയോ. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ നോക്കിയപ്പോഴാണ് ഈ നൈക്കിൽ ഈ സാധനം കാണുന്നതും ഇത് കാട്ടിലോട്ടിട്ടതും. അന്ന് വൈകുന്നേരം തന്നെ ഇത് സ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ അമ്മേനെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തു. ഐ തിങ്ക് നൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്.
ഓക്കെ സോറി, ഐ ഹാവ് ടു റഷ് ബിക്കോസ് അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. എനിക്ക് ഇത് തന്നിട്ട് വേഗം കാപ്പി കുടിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ഇപ്പോൾ പൊട്ടിച്ചേനെ ക്ലാസ് എല്ലാം കൂടെ. ഓക്കെ, എന്നെ ഫോക്കസ് ആവുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ അപ്പം തന്നെ പെട്ടെന്ന് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു. ഓക്കെ, എന്താണ് തന്നെ ഒരു കണക്ഷൻ പോയില്ലേ? എനിവേ, സോ ബേസിക്കലി എന്ന് പറയാം, ബ്രിജിറ്റ് ജോൺസ് സീരീസ് നെറ്റ്ഫ്ലിക്സിലുള്ളതാണ്. അത് ഇൻസ്പയർ ചെയ്തിട്ട് കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇറക്കാറുണ്ട്. സോ നമുക്ക് ഫ്ലവർ നോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡ് ഇതേപോലെ കുറച്ച് ഭംഗിയുള്ള മേക്കപ്പ് സാധനങ്ങളാണ് ഇറക്കുന്നത്. ഒരു പ്രിൻസസ് വൈബൊക്കെ തരുന്നത്. പക്ഷേ ഈ സാധനം ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ലാതുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം, സമയമില്ലല്ലോ. സോ ഫസ്റ്റ് നമുക്ക് ഫേസ് പാലറ്റ് അൺബോക്സ് ചെയ്യാം. ഫോക്കസ് ആവും. ഓക്കെ, ബെസ്റ്റ്. ഞാൻ കൈ വെക്കാൻ പോയത് ഔട്ട് ഓഫ് ഫോക്കസ്. ലുക്ക് ദാറ്റ്, അത് ആ ബ്രിജിറ്റൻ തീമാണ്, ആ ബട്ടർഫ്ലൈസ് ആൻഡ് ഇത് ഞാൻ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ലിപ്സ്റ്റിക്കോ ഈ സാധനമോ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ബിക്കോസ് എനിക്ക് പറ്റില്ല സ്വാച്ച് ചെയ്യാൻ. ലുക്ക് അറ്റ് ദ കളർ ഇറ്റ്സ് സെൽഫ്, സോ നൈസ് ആക്ച്വലി. സോ അൺബോക്സ് ചെയ്യാം. പിന്നെ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചതെന്ന് വെച്ചാൽ എനിക്കവിടെ. പക്ഷേ ഞാൻ പറയാം, ഫ്ലവർ നോസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് അല്ല. സോ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ നമ്മുടെ സ്വന്തം നൈക്ക ഇങ്ങനത്തെ സാധനങ്ങൾ ഇറക്കും. ബിക്കോസ് നൈക്ക ഈസ് എ ഇന്ത്യൻ, അറിയാമല്ലോ, ബ്രാൻഡ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇറക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു നൈക്ക. ഇതും കൂടെ ഇല്ലാത്തെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ബ്രിജിറ്റിൻ്റെ സാധനം കിട്ടാത്ത. ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ബ്രിജിറ്റ് ഫോക്കസ്. കാണാൻ പറ്റില്ല, നെറ്റ്ഫ്ലിക്സിൻ്റെ ഇതാണ് കേട്ടോ അവിടെ ഉള്ളത്. ഓക്കെ, ഐ യു റെഡി? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര്. ബിക്കോസ് ഞാനിത് വാങ്ങിച്ചതിന് ശേഷം ഇൻസ്റ്റാ ഫീഡ് ഫുൾ ഇതാണ്. കുറേ പേര് ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ല, ഇന്ത്യയിലും ഇത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. ഓക്കെ, മൈ ഗുഡ്നെസ്, ലുക്ക് അറ്റ് ദാറ്റ്. കണ്ടോ? ഇതിലെ ബ്ലഷും കോണ്ടോറൊന്നും നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റണ പോലത്തെ അല്ല. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് മൈൻഡ്. ഇനി ഈ സാധനം ഒന്നും ഉപയോഗിക്കാൻ കൊള്ളില്ലെങ്കിൽ പോലും ഐ ഡോണ്ട് മൈൻഡ്. ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദിസ്. ലുക്ക് അറ്റ് ദ പ്രിൻസ്. ഇതിനെന്തോ പറയും അതിലുള്ള, കണ്ടോ? ഇതെല്ലാം നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓൾ ദിസ് പാലറ്റ്. ആൻഡ് ഇവിടെ ഒരു ലിക്വിഡ് ഐ ഷാഡോ, വെറ്റ് ലുക്ക് തരുന്ന പോലത്തെ ഐ ഷാഡോ. ആൻഡ് പ്രിൻ്റൊക്കെ നോക്ക്. ഞാൻ ഈ കണ്ണാടി കൂടി പീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഐ കാണ്ട് ഈവൻ ടച്ച്. ഇതിലൊരു വൈറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആ ഷീറ്റ് പോലും ഞാൻ ഇളക്കിയിട്ടില്ല. എനിക്ക് പറ്റില്ല, അത്രയ്ക്കും പേടിയാണ് എനിക്കിത്. ഇതിന് പറ്റുമോ എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇപ്പം ഇത് വീഡിയോ കാണുന്ന എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ വിചാരിക്കും പിന്നെ ഇവൾ എന്തിനാണ് എൻ്റെ പൈസ തൊലച്ചിട്ട് ഈ സാധനങ്ങൾ വാങ്ങുന്നതെന്ന്. ഇതായിരിക്കും അമ്മയുടെ മൈൻഡ് വോയിസ്. ഉപയോഗിക്കാനല്ലെങ്കിൽ യു ഡോണ്ട് നോ അമ്മ ഇതെന്താണ് ഇതിൻ്റെ പിന്നെയുള്ള ഗേൾ മാത്ത് എന്നുള്ളത്. ഇത് യൂസ് ചെയ്യും എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇതിൽ കുറേ നാൾ എന്തെങ്കിലും എക്സ്പയറി ഉണ്ട്. പക്ഷേ ഇത് എക്സ്പയർ കഴിഞ്ഞാലും എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു കളക്ടിങ് ഐറ്റം പോലെയാണ്. ഓക്കെ, ദോസ് ഹു ലവ് മേക്കപ്പ്. ഇപ്പോൾ ഇത് കാണുന്ന ബോയ്സിന് നിങ്ങൾക്ക് കാർ കളക്ട് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി, ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ മേക്കപ്പൊക്കെ കാണുമ്പോൾ. അപ്പോൾ മനസ്സിലായില്ലേ എന്തോരം അതിൻ്റെ ഡിഫറൻസ്. അടുത്ത സാധനം, ദിസ് ഇസ് ലിപ്സ്റ്റിക്ക്. പക്ഷേ കാഴ്സിനോടും ക്രേസ് ഇല്ലാത്ത ബോയ്സ് ഉണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നിനോട് ക്രേസ് ഇല്ലാത്ത ആകെ ഒരു ബോയിനെ കണ്ടിട്ടുള്ളൂ, അതെൻ്റെ അനിയനാണ്. വേറെ ആരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ നിലവിൽ എൻ്റെ ഒരു അറിവിൽ അവനങ്ങനെ നിലവിലത്തെ അറിവിൽ അങ്ങനെ ഒരു സാധനം ക്രേസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ദെൻ നമുക്കിത് ലിപ്സ്റ്റിക്ക്. ഇതാണ് അർഷിതയുടെ ഫേവറേറ്റ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് സറണ്ടറാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്ഡ്. പറയണ്ടല്ലോ പാക്കിങ്. ഇവർക്ക് ഈ റേഞ്ചിലൊരു നെയിൽ പോളിഷും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ അതിന് 300 സംതിങ് എന്തുണ്ട് ആ നെയിൽ പോളിഷിന്. 150 രൂപ കൊടുത്ത് നെയിൽ പോളിഷ് വാങ്ങാൻ എനിക്ക് എന്നെ ഇതാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ട് ബൈക്ക് ഐ വാസ് ഫൈൻ. ഓക്കെ, വരുന്നില്ല, സോറി. ഓക്കെ, കണ്ടോ ബട്ടർഫ്ലൈ ആ ഒരു തീമാണിത്. ഞാൻ വേറെ റെഡി ആവട്ടെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വെയിറ്റ് ചെയ്യും. ഞാനാണ് റെക്കോർഡ് ഇതുവരെ എഴുതി തീർക്കാത്ത വ്യക്തി. ഇവിടെ എന്തായിരിക്കും? ഓക്കെ, ഇതിലൊരു റിങ് ഉണ്ട്. ഇത് ഡിറ്റ് ഫോക്കസ് ആവും. ഞാൻ അറിയാണ്ട് സിനിമാറ്റോഗ്രാഫി ആക്കി. ഓക്കെ, കണ്ടോ ഈ 1 സെക്കൻഡ്. നേരത്തെ എന്താ പറഞ്ഞാൽ ഞാൻ അറിയാം സിനിമാറ്റോഗ്രാഫി ആക്കിയിരുന്നു. സിനിമാറ്റിക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ കുഴപ്പമുണ്ട്, തകരാറുണ്ട്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദാറ്റ്. എൻ്റെ നഖം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരണം. ബിക്കോസ് എനിക്ക് കുറച്ച് ഏസ്തറ്റിക്സിൽ ഇത് നമുക്ക് താത്തിയിട്ട് റിമൂവ് എടുക്കാം. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, എൻ്റെ ലക്കായതുകൊണ്ട്. ഓക്കെ,
ഇത് നമുക്കിങ്ങനെ ഊരിയെടുത്തിട്ട് വിരലിടാം, പക്ഷെ ഞാൻ ഇടൂല, അവിടെ തന്നെ ആക്കട്ടെ. ഇനി ലിപ്സ്റ്റിക്കിൻ്റെ പ്രിൻ്റ് ഞാൻ കാണിച്ചു തരാമേ. ലൈക്ക് ഇറ്റ്സ് ഫെൽ ലൈക്ക് ഒരു സിൻഡ്രല്ല ഒരു വൈബൊക്കെ തരുന്നുണ്ട്. നോക്ക്, അതിലിങ്ങനെ മോണോഗ്രാംസ് ഉണ്ട്. മോണോഗ്രാംസ് എന്നാണോ പറയുന്നത് ഇതിന്? എനിക്ക് എവിടെ നിന്നാണ് മോണോഗ്രാംസ് എന്നുള്ള വീട് കിട്ടി? ഇത് ഉറക്ക ശരിയാകത്തോടുള്ള പ്രശ്നമാണ്. പ്രിൻസ് എനിവേ അതിനെന്തോ പറയും, ആക്ച്വലി ഞാൻ മറന്നുപോയി. എനിക്കിത് ഓരോ വട്ടം ഞാൻ ഇന്നലെ ഇത് തുറന്നു വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടന്നു കുറേ നേരം. അത്രയും സന്തോഷമാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പ്രിൻ്റൊക്കെ ആയിരിക്കും. നമുക്ക് തുടച്ചിട്ട് അകത്ത് വെച്ചിട്ട് ഞാൻ പോയി റെഡി ആവട്ടെ. ഇനി ഒന്നും കഥ പറയാൻ എനിക്കൊരു ടൈമും ഇല്ല. ബിക്കോസ് ഒരാൾ എന്നെ അവിടെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കും. പക്ഷെ യൂഷ്വലി എപ്പോഴും തിരിച്ചാണ് വരാറ്, ഞാനാണുള്ള കാത്ത് നിൽക്കാറ്. പക്ഷെ ഇന്ന് മിക്കവാറും നേരത്തെ തിരിയും. ബിക്കോസ് അവൾ ഇനി കാപ്പിയൊക്കെ കുടിച്ചു, എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. ഞാൻ ഇവിടെ യൂണിഫോം ഇടാൻ പോകുന്നതേ ഉള്ളൂ ബൈ. സോ അമ്മ എന്നെ ഇനി കൊല്ലും, കാരണം അമ്മയും കുളിച്ച് റെഡിയായി നിൽക്കുവാണ്. കാപ്പി കുടിക്കാനും വിളിച്ചു, ഞാൻ പോയില്ല. ഓക്കെ, ഇത് ഈ പെട്ടി തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സോ പോയി റെഡിയായിട്ട് കാണാം. ഇപ്പോൾ സമയം 5:55 ആണ്. ഞാൻ രാവിലെ 10 മണിക്ക് പോയതാണ്. ഉച്ചയ്ക്ക് റെക്കോർഡ് കറക്റ്റ് ചെയ്ത് വരും എന്ന് പറഞ്ഞ് പോയി. ഞാൻ ഇത്രയും സമയമായിട്ട് ദൈവമേ, ഞാൻ പറയുന്നത് എനിക്ക് ലാസ്റ്റാണ് ഒപ്പിട്ട് വെച്ചത്. അപ്പോൾ ഇപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിപ്പോൾ എന്ത് ഇൻ മൈ ലൈഫാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഞാനത് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ നാളെ ഞാൻ പറ്റുമെങ്കിൽ നാളെയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ കോലം നോക്കണ്ട. ഓക്കെ, സോ എനിക്കൊരു കൊറിയർ വന്നു. സോ അപ്പോൾ ഞാൻ അതെങ്കിലും കാണിച്ചു തരാം, അൺബോക്സ് ചെയ്യാമെന്ന്. സംഭവം ഇത് വന്നിട്ട് കുറേ ദിവസമായി. എൻ്റെ വീട്ടിൽ വരുന്നൊരു കുഞ്ഞി ആളുണ്ട്, എൻ്റെ കൊച്ചച്ഛൻ്റെ മോളാണ്. അവൾ വന്നപ്പം അവൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കീറി. അപ്പോൾ അമ്മാമ്മ സംഭവം ഇതൊന്നും പറ്റായിരിക്കും, അമ്മാമ്മയല്ല അവളുടെ അപ്പാപ്പൻ എടുത്തിട്ട് മേളിൽ വെച്ചു. എന്നിട്ട് മറന്നുപോയി. എൻ്റെ അടുത്ത് പറഞ്ഞില്ല കൊറിയർ വന്നാൽ. ഞാനിന്ന് ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് വിട്ട് എൻ്റെ കൊറിയർ എനിക്ക് ഇതുവരെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. അപ്പോൾ അവർ പറഞ്ഞു കൊറിയർ ഓൾറെഡി ഡെലിവറി ആയെന്നാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ അമ്മാവനോട് ചോദിച്ചപ്പോൾ അവിടെ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും മേളിൽ അവൾ എടുക്കാതിരിക്കാൻ വേണ്ടി മേളെടുത്ത് വെച്ചതാണ്. സോ അതെനിക്ക് കിട്ടി. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ക്ലിയറൻസ് സെയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ പേജിൽ നിന്ന് ഇഷ്ടംപോലെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജാണ് TLB. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അവരുടെ ക്ലിയറൻസ് സെയിലിൽ നിന്ന് കാണിച്ച 2 ഐറ്റമാണ് കേട്ടോ. കാണിച്ചു തരാം. സോ വൺ ഇസ് ദിസ് ടോപ്പ്. ഐ ലവ് അനിമൽ പ്രിൻറ്റ്. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു ടോപ്പ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് നമുക്ക് ഉള്ളിലിട്ടിട്ട് വേണമെങ്കിൽ ഒരു സ്ട്രഗൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. സോ അതൊരെണ്ണം വാങ്ങിച്ചു. ഓൾസോ ഇത് പാഡഡ് ആണ്. ഗേൾസ് നോ ദ ഇത് എന്താ പാഡഡ് എംബ്രോയിഡ് എന്നുള്ളൊരു സുഖം. സോ ഇത് വന്നിട്ട് പാഡഡ് ബ്രാ അല്ലല്ലോ, പാഡഡ് ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ളൊരു ഇത് നമുക്ക് എത്ര കംഫർട്ടബിൾ ആണെന്നുള്ളത്. സോ ഇതെനിക്ക് 399 ആണ് കിട്ടിയത്. 699 ആണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നല്ല ക്ലിയറൻസിൽ മേടിച്ചതാണ്. സോ അങ്ങനെ പിന്നെ ഒരു വൈറ്റ് ടോപ്പ്. ഐ ഡോണ്ട് ഹാവ് വൈറ്റ് സോ മച്ച്. അപ്പോൾ ഐ ഫെൽ ലൈക്ക് ഒരു വൈറ്റ് വാങ്ങിക്കാം. ഇതും അവരുടെ ക്ലിയറൻസിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് ഇങ്ങനെ കുറച്ച് നല്ല വൈഡ് വി വന്നിട്ട് ഇവിടെ നിന്നാണ് അതിൻ്റെ കൈ വരുന്നത്. സോ ആ ഒരു പഫ് സ്ലീവ്സ് വെച്ചിട്ടുള്ളൊരു ടോപ്പ്. ഓൾസോ നമുക്കിത് ബ്ലൗസായിട്ട് ഇടാം. ഇതൊരു കോർസെറ്റ് ടോപ്പാണ് കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനെ കോർസെറ്റ് സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ഞാൻ പോയിട്ട് മേലഴുകും. പക്ഷേ ഇപ്പോൾ കഴുകത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴുകുള്ളൂ. ഞാൻ കുറച്ച് ചില്ലി ആയിട്ട് ബിക്കോസ് ഇത്രയും ദിവസം ഇന്ന് എത്ര മണിക്കാണെന്നറിയോ രാവിലെ ഉറങ്ങിയത്? 4:30 ഞാൻ ഉറങ്ങിയത് റെക്കോർഡ് ചെയ്തിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു 4:30 റെക്കോർഡ് ചെയ്ത് ഉറങ്ങിയിട്ട് അതും തീർത്തില്ല റെക്കോർഡ് ചെയ്ത്. ബാക്കി സനയുടെ വീട്ടിൽ പോയിട്ടാണ് എഴുതിയത്. അവിടെ ഇരുന്ന് എഴുതി തീർത്ത് ഉറങ്ങി ഒരു 9 മണിയായപ്പോൾ എണീറ്റ് റെഡിയായി. 10 മണിയായപ്പോൾ സനയുടെ വീട്ടിൽ പോയി. അവിടുത്തെ 10-12 മണിയായപ്പോൾ പ്രിൻസിപ്പലിനെ കാണാൻ പോയി. അവിടെ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചപ്പോൾ 4:30 4:45. ഇത് അവിടെ നേരെ അമ്മാമ്മയുടെ വീട്ടിൽ വന്നു. അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് ഈ പാഴ്സലും കൊറിയറും വേറൊരു പാഴ്സലും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെതല്ല, അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്തത്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അമ്മ ഓഫീസിൽ നിന്ന് വരണ വഴിക്ക് എന്നെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഒരു ലോങ് സ്റ്റോറി. റൂം മൊത്തം മെസ്സാണ്, വൃത്തിയാക്കാം. സോ ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കും. ടയേർഡ്.